യുക്രൈനിൽ 100-ലേറെ ഡ്രോണുകളും മിസൈലുകളുമായി റഷ്യ ഒരു കൂറ്റൻ ആക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. 10 ലക്ഷം ആളുകൾ യുക്രൈനിൽ ഇരുട്ടിലായി എന്ന വാർത്തയുമുണ്ട്. ക്രീമിയയിൽ റഷ്യയുടെ അത്യാധുനിക റഡാർ സംവിധാനം യുക്രൈൻ സേന തകർത്ത് കളഞ്ഞു എന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് ചേരുന്നു. ഈ യുക്രൈൻ റഷ്യ യുദ്ധം കുറച്ചുകൂടി കടുക്കുകയാണോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്. എസ് കെ, തീർച്ചയായിട്ടും യുദ്ധം കൂടുതൽ കടുക്കുകയാണ്. അപ്പം അതിന് കാരണമായിട്ട് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20-ന് അമേരിക്കയിൽ അധികാരത്തിൽ വരും. അതിനു മുമ്പ് മൊത്തം കുഴപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് റഷ്യ എന്നാണ് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് ആരോപിക്കുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്ത് നടന്നൊരു വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. 100-ലേറെ ഡ്രോണുകൾ, 90-ലേറെ മിസൈലുകൾ, ഇതുമായിട്ട് ഉക്രൈനിലെ സർവത്ര നഗരങ്ങളിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്. പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് വലിയ ആൾനാശം ഉണ്ടായിട്ടില്ല. പക്ഷേ ഊർജ്ജ കേന്ദ്രങ്ങൾ, വൈദ്യുതി കേന്ദ്രങ്ങളെല്ലാം തകർന്നു. 10 ലക്ഷം പേർ ഇരുട്ടിലാണ്. കീവിൽ, കാർക്കീവിൽ, ഒഡേസയിൽ അടക്കം നിരവധി ലിവ് അടക്കമുള്ള നിരവധി കേന്ദ്രങ്ങൾ ഒരേ സമയമുള്ള ആക്രമണമായിരുന്നു. അതിൽ 19 മിസൈലുകൾ വെടിവെച്ചിട്ടു എന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഉക്രൈനിൽ ഈ ആക്രമണം നടത്തുമ്പോൾ റഷ്യയുടെ അധിനിവേശത്തിലുള്ള ക്രീമിയയിൽ അതിശക്തമായ അടി ഉക്രൈൻ സേന നടത്തിയിരിക്കുന്നു. ഏതാണ്ട് $50 ലക്ഷം വില വരുന്ന റഡാർ സംവിധാനം, അത്യാധുനിക റഡാർ സംവിധാനം ഉക്രൈൻ തകർത്ത് കളഞ്ഞു. സ്വാഭാവികമായിട്ട് അവിടെ ഈ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തിരിച്ചറിയുന്ന തരത്തിലുള്ള റഡാർ സംവിധാനങ്ങളാണ് ക്രീമിയയിൽ റഷ്യ ഉണ്ടാക്കിയിരുന്നത്. അവിടെയാണ് ഈ അടി നടന്നിരിക്കുന്നത്. എന്തായാലും എസ് കെ, ഇത് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. മാത്രമല്ല, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്, ഞങ്ങൾ ഇനി കീവിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, സർക്കാർ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോകുന്നു. ലക്ഷ്യം വ്ളാഡിമിർ സെലൻസ്കിയെ പിടികൂടുക എന്ന് തന്നെയാണ്. അപ്പോൾ അവർ എവിടെ നിന്നാണോ തീരുമാനങ്ങൾ എടുക്കുന്ന ആ കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർത്ത് കളയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കീവിലേക്ക് കൂടുതൽ ആക്രമണം വരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോ ബൈഡൻ സർക്കാർ കൂടുതൽ ആയുധങ്ങൾ ഉക്രൈന് കൊടുത്തിട്ടുണ്ട്. അതിനെ വിമർശിക്കുന്നുണ്ട് റഷ്യ. എന്തായാലും ട്രംപ് വരുമ്പോൾ ഇതൊക്കെ തീർക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് മാക്സിമം കയറി പിടിക്കുക എന്നുള്ള തരത്തിലാണ് റഷ്യയും ഉക്രൈനും യുദ്ധം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത്. എസ് കെ. ഓക്കെ, ബിബി ജെയിംസ്, മറ്റൊരു വാർത്ത, ഈ ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുന്നു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. ഹിസ്ബുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാത്തതാണോ കാരണം? എസ് കെ, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന്, ഏതാണ്ട് 10 ലക്ഷം പേരാണ് ജീവനം കൊണ്ട് ഓടിയത്. ഈ ഇസ്രായേൽ ലെബനിൽ അതിർത്തിയിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നൊക്കെ പലരും സിറിയയിലേക്കാണ് പോയത്. അവർ ഈ തിരിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത് അവരുടെ കൂടെ വരുന്ന ആൾക്കാർ ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ്, അവരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് അടിക്കുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കരാർ ലംഘനമാണ്. ഇതിൻ്റെ ഈ ലെബനിൻ്റെ അതിർത്തിക്കുള്ളിൽ, ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള പ്രദേശങ്ങളിലാണ് വെടിവയ്പ് നടന്നിട്ടുള്ളത്. 2 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന്, ലിറ്റാനി നദിക്ക് തെക്കോട്ട് കടക്കാൻ പാടില്ല ഹെസ്ബുള്ള എന്നുള്ളതാണ് വാദം. അവിടെ ലെബനൻ്റെ സേന 56,000 പേരുണ്ട്. ഒപ്പം തന്നെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുണ്ട്. അവരാണ് കാവൽ നിൽക്കുന്നത്. അവിടെ ഹെസ്ബുള്ള കയറാൻ പാടില്ല എന്നുള്ളതിലാണ് കരാർ ലംഘിച്ചാൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. തിരിച്ചും എന്തായാലും ഈ തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. എസ് കെ, അവിടെ ഇപ്പോഴും ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഖത്തറും ഈജിപ്തും അതുപോലെ തന്നെ തുർക്കി, അമേരിക്ക ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ഏതായാലും ലെബനിലെ ഹെസ്ബുള്ളയുടെ ആയിട്ടുള്ള യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗസയിൽ കൂടി വെടിനിർത്തലുണ്ടായാൽ അതിന് ഇസ്രായേലിലെ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഗസയിൽ ഹമാസ് വിട്ടുകൊടുക്കണം. ഹമാസിൻ്റെ ലീഡർഷിപ്പ് മുഴുവൻ തകർന്നിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാക്കളായിട്ടുള്ള ഇസ്മായിൽ ഹനിയും ഹെഹിയാസ് സെൻവാറൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് അവരാണ് പിടിവാശി പിടിച്ചിരുന്നത്. അതുകൊണ്ട് വെടിനിർത്തലിൻ്റെ സാധ്യത കൂടിയിരിക്കുകയാണ്. എന്തായാലും ലെബനിലെ അവസ്ഥയും വല്ലാത്തൊരവസ്ഥയാണ്. ഹെസ്ബുള്ളയുടെ നേതാക്കന്മാർ ഹസൻ നസ്രുള്ള, അവിടെ തലവനടക്കം നിരവധി കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ 3,500 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെയാണെങ്കിൽ 44,000 പേര് ഗസയിൽ കൊല്ലപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എസ് കെ എൻ ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവാതിരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഇറാൻ കുറച്ചും കൂടിയും ഒരു സംയമനം പാലിക്കുന്നുണ്ട്. കാരണം ട്രംപ് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാവുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് ഇറാനും തോന്നി തുടങ്ങി. ഹെസ്ബുള്ളയും ഹമാസും ഹൂതികളൊക്കെ ഇറാൻ്റെ കൺട്രോളിലാണ്. എസ് കെ.
ഓക്കെ, താങ്ക് യു ബേബി ജി.